നമസ്കാരം. ഇത് ഗർഭമില്ലാത്ത കുട്ടികളുണ്ടാവാത്ത സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിദ്വാനെ പറ്റിയാണ്. ആൾ പാരമ്പര്യമായിട്ട് വൈദ്യര് കുടുംബത്തിൽ പെട്ടതാണ്. കൊല്ലത്താണ് വീട്. അപ്പോൾ ഈ ആൾക്ക് 3-4 ചെക്കന്മാരുണ്ട്, മക്കൾ, ഭാര്യ. ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ലാവിഷാണ്. ചീട്ട് കളി, കള്ളൂടി, സകല പരിപാടി ഉണ്ട്. അങ്ങനെ കടം കയറി വീട്ടിൽ നിന്നൊക്കെ തെറ്റിയ അവകാശമൊക്കെ മേടിച്ച് ഒരു ചെറിയ ഷെഡൊക്കെ വെച്ച് അവിടെ താമസിക്കാം. അവകാശമൊക്കെ പാർട്ടിഷൻ ചെയ്ത് മേടിച്ച് അതൊക്കെ വിറ്റ് തുലച്ച് പിന്നെ ചെറിയൊരു 5 സെൻറ്റ് സ്ഥലം, ഒരു ഓലപ്പര, കുറച്ച് വൈദ്യമൊക്കെ അറിയും. പിന്നെ അയാളിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണൊന്ന് രക്ഷപ്പെടാനുള്ള പോകാൻ വഴി. അങ്ങനെ അയാൾക്ക് തോന്നി ഇസ്ലാം മതത്തിൽ ചേരാന്ന്. അങ്ങനെ അയാൾ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ പോയിട്ട്, മതം മാറുന്ന സ്ഥാപനത്തിൽ, ഇത് വർഷം കുറേ ആയ സംഭവം കേട്ടോ, ഒരു കുറേ ആയി. ഇയാൾ ഫാമിലി വന്ന് മതം മാറിക്കഴിഞ്ഞ് 2 മാസമൊക്കെ അവിടെ ചിലവഴിക്കേണ്ടി വരും. ഇതൊക്കെ പഠിച്ച് എല്ലാം റെഡിയായി ഇയാൾ തിരിച്ച് നാട്ടിൽ പോയി. അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഇവനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് ഇവൻ വിചാരിച്ചത്. അവിടെയുള്ള ആൾക്കാർ ഇവനെ മൈൻഡിലായിട്ടില്ല. കാരണം ഇവനിങ്ങനെ കടക്കണിയിലൊക്കെ ആയപ്പോൾ തൽക്കാലം ആൾക്കാരെ പറ്റിക്കാനാണ് ഈ പണി ചെയ്തതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഇവൻ ചെറിയൊരു പണ്ടേ ഫ്രോഡ് പരിപാടിയൊക്കെ ഉള്ള ആളാണ്. അപ്പം വലിയൊരു ഗുണം അവിടെ നിന്ന് കിട്ടിയില്ല. അല്ലെങ്കിൽ ഇയാളെന്ത് ചെയ്ത് ഒരു ദിവസം രാത്രി ചാരായം കുടിക്കാനുള്ള കാശ് കൊടുത്തിട്ട് വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന ആളോട് പറഞ്ഞ്, നീ ഞങ്ങളെ വീട് കത്തിക്കണം പറഞ്ഞ്. ഇയാൾ അന്തം വിട്ട് സ്വന്തം വീട് കത്തിക്കാൻ വീട്ടുടമ പൈസ കൊടുക്കുക. എന്നിട്ട് ഇയാളും മക്കളും വൈഫും എവിടെയോ പോയി ഒരു ദിവസത്തിന്. എന്തൊക്കെ എടുക്കാൻ പറ്റും അവിടെ നിന്ന് അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കടലാസ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, ഡ്രസ്സുകൾ. എന്നിട്ട് ഈ പേരാട് മറ്റേ ആൾ കത്തിച്ച്. വലിയ കോലാഹലമായില്ല. ഇയാൾ നേരെ അവിടുത്തെ പള്ളിയിൽ ചെന്ന്, എടാ നിൻ്റെയൊക്കെ മതത്തിൽ കൂടിയിട്ട് എൻ്റെ വീട് അക്രമികൾ കത്തിച്ച്, അറിയാമോ നിനക്ക്, ഞാൻ ഇനി അങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹല്ല് കമ്മിറ്റി എന്നോട് ഇവൻ തന്നെ ബുദ്ധി പറഞ്ഞു കൊടുക്കണം. ഇയാൾ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ മതവെറിയന്മാർ, ജാതി വെറിയന്മാർ ഇയാളുടെ വീട് കത്തിച്ച്, ഇയാൾക്ക് ഇപ്പോൾ കിടക്കാനൊരു കിടപ്പാടുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇയാളെ സഹായിക്കണമെന്ന് പറഞ്ഞ് കത്ത് എഴുതി കൊടുത്ത്. അപ്പം 4 മക്കളായിട്ടുണ്ട്. 4 മക്കൾക്കും 4 കത്ത്. എന്നിട്ട് ഇവർ വടക്കൻ ജില്ലകളിലാണ് പോവുക. കാസർഗോഡ് തൊട്ട് പിരിവ് പിരിച്ച് ലാസ്റ്റ് ഒരു കോഴിക്കോട് ഭാഗത്ത് വന്ന് ഒരു വാടക വീട്ടിൽ സെറ്റായി. പിരിവിന് പോവും. പള്ളികൾ ഇഷ്ടം പോലെ അല്ലേ, കാസർഗോഡ് തൊട്ട് കോഴിക്കോട് വരെ, മലപ്പുറമൊക്കെ ഉണ്ട്. കാശും പണമൊക്കെ ആയപ്പോൾ ഇയാളുടെ പരിപാടിയാണ്. അപ്പോൾ ഇയാൾ തൊപ്പിയൊക്കെ വെച്ചാൽ നടക്കുള്ളൂ. പള്ളിയിലൊക്കെ ചെന്ന് പിരിവിനൊക്കെ ചെല്ലുമ്പോൾ ഇയാൾ ഭയങ്കര ഭക്തനായിട്ടൊക്കെ അഭിനയിക്കും. ഇത് കഴിഞ്ഞ് ഇയാൾ വരുമ്പോൾ എന്ത് ചെയ്യും, കോഴിക്കോട് ടൗണിൽ ഇറങ്ങിയാൽ തലയിൽ വെച്ച തൊപ്പിയൊക്കെ എടുത്തുന്ന നാവിമ്മൽ താത്തിയിട്ട് നേരെ ബാറിൽ കയറി സാധനം അടിക്കും. അത് വലിയ മീനൊക്കെ വാങ്ങിയിട്ട് വരും ആടിപ്പാടി. അങ്ങനെ ആയി. പിരിവൊക്കെ ഒരുവിധമൊക്കെ ആയി, എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് കഴിഞ്ഞ്. അപ്പം ഇയാൾ എന്ത് ചെയ്ത്, എന്നാൽ വൈദ്യം തുടങ്ങിക്കളയാം. അങ്ങനെ ഇയാൾ ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ പോത്തിന്ദ്രാവകം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ചാരയം പോലെ തന്നെ വാറ്റിയിട്ട് പോത്തിൻ്റെ എല്ലൊക്കെ ഇട്ട് അതൊക്കെ വാറ്റി നല്ല സംഖ്യക്കാണ് വിറ്റ്. രാത്രിയായി കഴിയുമ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല സാധനങ്ങൾ പൊങ്ങി പണി തുടങ്ങി അവനവൻ്റെ പെരയിൽ. അപ്പോൾ ഇയാൾ ഞാനായിട്ട് കമ്പനി. അപ്പോൾ ഇയാൾ റേഡാ, ഇനിയും കിളവന്മാർ വെറുതെ ഇരിക്കില്ല, അവന്മാർക്കൊക്കെ നല്ല ശക്തി ഉണ്ടായിട്ടുണ്ട് പറയും. അടുത്ത നമ്പറാണ് രസം, കുട്ടികളില്ലാത്തവർക്ക് ചികിത്സ. അത് പെട്ടെന്ന് സ്പ്രെഡായി എല്ലായിടത്തും അറിഞ്ഞ് പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ വരും. കുട്ടികളില്ലാത്തവർക്കല്ലേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. അങ്ങനെ ഇയാളുടെ കണ്ണിൽ ഇയാളൊരു സാധനം എഴുതും.
അത് ഒരു ഭയങ്കര അട്രാക്ഷനുള്ളൊരു സുറുമ പോലത്തെ എന്തോ ഒരു സാധനം. അതെന്താണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ പെണ്ണുങ്ങളെ ഒറ്റക്ക് മുറി കയറ്റുകയാൾ. ഇയാൾ ഈ പെണ്ണുങ്ങളെ ആകർഷിക്കാൻ എന്തോ ഒരു ഇതുണ്ടായാലത്ത് ഇവർ പെണ്ണുങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാകും. പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ടാണ് ആ ഗർഭം ഇല്ലാത്തെങ്കിൽ ഞാൻ റെഡിയാക്കി തരാറ്. ഒരു ദിവസം വരെ അന്ന് വരാൻ പറയാം. അപ്പോൾ ഇയാൾ കണക്കൊക്കെ കൂട്ടിയിട്ട് എന്ന് ബന്ധപ്പെട്ടാലാണ് കുട്ടി ഉണ്ടാവണമെന്നൊക്കെ ഇയാൾക്ക് കണക്കൊക്കെ കൂട്ടാനറിയാം. എന്നിട്ട് ഇയാൾ ഇവരെ വരുത്തും. ഇയാൾ കണ്ണിൽ നോക്കി അവരെ ഹിപ്നോട്ടൈസ് മൂഡിലാക്കും. പിന്നെ ഈ പെണ്ണുങ്ങളെ നല്ലോണം ആ ഭാഗത്തൊക്കെ പരിശോധിക്കണ പോലെ ഒക്കെ ചെയ്ത് പിന്നെ ഇയാൾ നേരെ കാര്യത്തേക്ക് കിടക്കും. ആവും കൊണ്ടൊക്കെ നല്ലോണം ഇതാക്കി കൊടുത്താൽ അതായത് പെണ്ണുങ്ങളെ ഭയങ്കര വികാര മൂർച്ചയിലെത്തിക്കും. എന്നിട്ട് ഇയാൾ കൊടുക്കും. അല്ല മരുന്നെന്നല്ല, ഇയാളുടെ മരുന്നാണ് കൊടുക്കണത്. അതിനർത്ഥം എന്താണ്? ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ്? നിങ്ങളൊരു കുട്ടീനെ ദത്തെടുത്താൽ ആ കുട്ടി നിങ്ങളുടെ ചോരയല്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടായാലും നിങ്ങളുടെ രക്തമാണ്. അയാൾക്ക് ബ്രെയിൻ ഭാഷയാണ് നല്ല പരിചയം. ഇയാൾ ശരിക്കൊരു വിത്തുകളായി മാറി. നല്ല നല്ല പെണ്ണുങ്ങളെ 1-2 പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുട്ടികളുണ്ടായാലേ അതേ കേസുള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അവരെവിടെ പോയി എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്ത്. അപ്പോൾ ഇയാളെ പറഞ്ഞു കൊടുക്കും. പെണ്ണുങ്ങൾ വരുന്നുണ്ട്, അവർ തുനിഞ്ഞിറങ്ങിയാൽ എന്തും ചെയ്യും. ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താനൊക്കെ അവർക്ക് ചിലപ്പോൾ തോന്നില്ല. ആണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ ഗർഭധാരണം ഇല്ലാത്ത, അല്ലെങ്കിൽ ആണ് കള്ളുപിടിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ അവർക്കൊരു വൈരാഗ്യ ബുദ്ധി വരും. പിന്നെ എൻ്റെ അറിവിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സ്ത്രീകൾക്ക് വൈരാഗ്യ ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ എന്ത് ക്രൈം ചെയ്യാനോ അവർക്ക് ആണുങ്ങളെക്കാൾ ധൈര്യമുള്ള ആൾക്കാരാണ്. ഒരു സംശയം വേണ്ട. എക്സാമ്പിൾ, ഒരു പരിപാടിക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ തന്നെ നമ്മൾക്കുള്ളിൽ ചെറിയൊരു ഇതുണ്ടാവും, എന്തായാലും ആരെങ്കിലും കാണുമെന്ന്. ഇവർക്കിപ്പോൾ ഭയങ്കര ധൈര്യമാണ് ആ കാര്യത്തിൽ. കാണണമെങ്കിൽ കണ്ടോട്ടെ എന്നുള്ളതാണ്. കാരണം അത് ആലോചിച്ച് അവരുടെ മൂഡ് കളയാൻ അവർ തയ്യാറല്ല. അനവധി പെണ്ണുങ്ങൾക്ക് ഇയാൾ സെറ്റാക്കി കുട്ടികളുണ്ടാക്കി കൊടുത്ത് എന്നോട് പറഞ്ഞേ നീ വരണ, ഞാൻ വേണമെങ്കിൽ നീ ഒരു വൈദ്യരാന്നൊക്കെ പറയാം, നമുക്ക് സെറ്റാക്കി നല്ല നല്ല സാധനങ്ങളെ ശരിയാക്കി തരാറ്. എനിക്ക് വേണ്ടാറ്. പിന്നെ ഇയാളെന്ത് ചെയ്യുന്ന എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യും. തിങ്കളാഴ്ച ഒരു സ്ഥലത്താണെങ്കിൽ ചൊവ്വാഴ്ച വേറൊരു ദിക്കിൽ, അവിടേക്ക് ഇയാൾക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ ഓൾറൗണ്ടർ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് പോയി. പിന്നെ മലപ്പുറം ജില്ലയിൽ എവിടെയോ താമസിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. അന്ന് ഈ മൊബൈലും ഒന്നുമില്ല, കോണ്ടാക്ട് ചെയ്യാനൊന്നും മാർഗമില്ലല്ലോ. ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. എവിടെയായാലും ആള് സൂപ്പറാണ്. അതേപോലത്തെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും അനവധി കുട്ടികളെ അയാൾ ഉണ്ടാക്കി. അവരൊരു ആൾ പോലും അയാളെ പിടിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ രസം. നമസ്കാരം.